ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു സൂപ്പാണ്. ചിക്കൻ മാഞ്ചോ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ചിക്കൻ 150 ഗ്രാം എടുത്തിട്ടുണ്ട്. ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. ചിക്കൻ നല്ലതുപോലെ കഴുകിയെടുക്കണം. നൂഡിൽസ് 100 ഗ്രാം നൂഡിൽസാണ്. അത് നല്ലതുപോലെ വേവിച്ച് വെച്ച നൂഡിൽസാണ്. അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കണം. പിന്നീട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ ചേർക്കണം. ആ നൂഡിൽസ്, കോൺഫ്ലവർ, ഉപ്പെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി ചൂടായ ഓയിലിൽ നൂഡിൽസ് ഇട്ട് വറുത്തെടുക്കാം. ഈ വറുത്തെടുത്ത നൂഡിൽസ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. പാൻ ചൂടാക്കി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കണം. അതിലേക്ക് 4-5 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കൂടെ ചേർത്തിട്ടുണ്ട്. പച്ചമുളക് 4-5 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇനി കഴുകിയത് ചിക്കൻ്റെ പീസസ് ഇതിലേക്ക് ചേർത്തിട്ട് ആ ചിക്കൻ നല്ലതുപോലെ കുക്കാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. ചിക്കൻ്റെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആവും. അതുവരെ എണ്ണയിലിട്ട് ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർക്കണം. പിന്നീട് കുറച്ച് സെല്ലറി അരിഞ്ഞും കൂടെ ഞാൻ ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണൊക്കെ സെല്ലറി അരിഞ്ഞ് ചേർത്താൽ മതി. വീണ്ടും നല്ലതുപോലെ ഒന്ന് ചിക്കൻ കുക്ക് ചെയ്തെടുക്കുക. ചിക്കൻ നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള അരിഞ്ഞത്, പിന്നീട് ക്യാരറ്റ്, ഒരു ചെറിയ ക്യാരറ്റ് മതി, ഒരു 1/4 കപ്പൊക്കെ അരിഞ്ഞ ക്യാരറ്റ് മതി. ക്യാപ്സിക്കം അരിഞ്ഞത് ഒരു 1/2 കപ്പ് ക്യാപ്സിക്കം അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. 1-2 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഡാർക്ക് സോയ സോസ് ചേർത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചില്ലി സോസാണ്. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. ചിക്കൻ സ്റ്റോക്ക് ഞാനിവിടെ 4 കപ്പ് ചിക്കൻ സ്റ്റോക്കാണ് ചേർത്തിരിക്കുന്നത്. ഇനി അതെല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. ഇനി അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കണം. കുറച്ച് അജിനോമോട്ടോ, ഇനി അതിലേക്ക് ഒരു മുട്ട അടിച്ച് നല്ലതുപോലെ പതിപ്പിച്ചിട്ട് അതിങ്ങനെ മുകളിൽ നിന്ന് നല്ലതുപോലെ ഒഴിച്ചു കൊടുക്കണം. അപ്പം ആ സെയിം സമയത്ത് തന്നെ നമ്മൾ സൂപ്പ് നല്ലതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം.
ഇനി ഇതിലേക്ക് കോൺഫ്ലവർ കലക്കിയത് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തിളപ്പിക്കുക. ഇനി ടേസ്റ്റ് നോക്കുക, സോസോ അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കുരുമുളക് ഉപ്പോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ചേർക്കണം. ഞാനിപ്പോൾ ഉപ്പ് ഇവിടെ എക്സ്ട്രാ ചേർക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സോസിലും അതേപോലെ തന്നെ ചിക്കനിലൊക്കെ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്, സ്റ്റോക്കിലും ഉപ്പുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് സ്പ്രിംഗ് ഓണിയൻ അരിഞ്ഞതും കുറച്ച് മല്ലിയില ഒത്തിരി വേണ്ട, ഒരു 2-3 തണ്ട് മല്ലിയില പൊടിയായിട്ട് അരിഞ്ഞതും കൂടി ചേർക്കണം. പിന്നെ ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിളക്കട്ടെ. ഇനി അതിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ വിനാഗിരി ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തു. എല്ലാം കൂടെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്തിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഇത് ഇരുന്ന് കുറുകും, അതുകൊണ്ട് ഞാൻ അധികം കോൺഫ്ലവർ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആ ഫ്രൈ ചെയ്ത നൂഡിൽസ് സൂപ്പിൻ്റെ മുകളിലിട്ടിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്.